നമസ്കാരം. പ്രിയപ്പെട്ടവരെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പേരാമ്പ്ര പഞ്ചായത്തിലെ ഒരു കുടുംബം, ഉപ്പയും ഉമ്മയും 2 പെൺമക്കളും അടങ്ങുന്ന ഒരു കുടുംബം. ആ കുടുംബം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വലിയ പ്രയാസത്തിലാകപ്പെട്ടതാണ്. 2 മക്കളുടെയും കിഡ്നി തകരാറിലായി. 2 മക്കൾക്കും ഡയാലിസിസ് വർഷങ്ങളോളം ചെയ്യേണ്ടി വന്നു. ഏകദേശം 2007 മുതൽ തന്നെ അവർ ഡയാലിസിസും ട്രീറ്റ്മെന്റുമായിട്ട് ആ കുടുംബം ആ മക്കളുടെ പുറകെയാണ്. അവസാനം 2 പേർക്കും ഈ പറയുന്ന കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തേണ്ടി വന്നു. നിങ്ങൾക്കറിയാം, ഒരു കുടുംബത്തിലെ 2 പേർക്ക് ഈ അസുഖം വരിക, 2 പേർക്കും കിഡ്നി മാറ്റിവെക്കേണ്ടി വരിക എന്നൊക്കെ പറഞ്ഞാൽ എത്ര എക്സ്പെൻസീവ് ആയിരിക്കും എന്നുള്ളത്. ഇപ്പൊ വീടും കിടപ്പാടും ഉൾപ്പെടെ ജപ്തി ഭീഷണി നേരിടുന്ന ഒരു സാഹചര്യത്തിലായി. ഇപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം, ആ മാറ്റിവെച്ച കിഡ്നിയിലൊന്ന് ഒരു സഹോദരിക്ക് ഇപ്പം അത് വീണ്ടും പ്രശ്നമായിട്ട് വീണ്ടും ഡയാലിസിസ് ആരംഭിക്കേണ്ടി വന്നിരിക്കുകയാണ്. 2007 തുടങ്ങിയ ട്രീറ്റ്മെന്റാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ല. ആ ശസ്ത്രക്രിയ കഴിഞ്ഞ് അവർ മുന്നോട്ട് പോകുന്നതിന്റെ ഇടയ്ക്ക് അതിലൊന്ന് ഫെയിലായിട്ട് ഇപ്പൊ വീണ്ടും ഡയാലിസിസ് തുടങ്ങി. എറണാകുളത്തെ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലാണ് അവരത് ചെയ്യുന്നത്. പേരാമ്പ്രയിലെയാണ് ഈ കുടുംബത്തിന്റെ വീട്, എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ്. അപ്പൊ ഇപ്പൊ 2ാമത്തെ ശസ്ത്രക്രിയ അനിവാര്യമായിട്ട് വന്നിരിക്കുകയാണ്. വീണ്ടും മാറ്റിവെക്കൽ അനിവാര്യമായിട്ട് വന്നിരിക്കുകയാണ്. ഒരിക്കലും ആ കുടുംബം വിചാരിച്ച ഈ തുക എത്തില്ല. ഞങ്ങള് മുഖ്യമന്ത്രിയുടെയും പ്രധാനമന്ത്രിയുടെയും ഒക്കെ കഴിയാവുന്ന സപ്പോർട്ട് നമ്മൾ അതിനകത്ത് ചെയ്യാം. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പറ്റാവുന്ന ചെയ്യാൻ ശ്രമിക്കാം. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഇതിനോടൊപ്പം കൊടുത്തിട്ടുള്ള അക്കൗണ്ട് നമ്പറിലോ അല്ലെങ്കിൽ QR കോഡ് സ്കാൻ ചെയ്തിട്ടോ കഴിയാവുന്നൊരു സഹായം ആ കുടുംബത്തെ ഓർത്ത്. ഫസീല എന്ന് പറയുന്ന ഒരു സഹോദരിക്കാണ് ഇപ്പോൾ വീണ്ടും ഇത് ആവശ്യമായിട്ട് വന്നിരിക്കുന്നത്. നിങ്ങളെ കൊണ്ടാവുന്ന ഒരു സഹായം ഉറപ്പായിട്ടും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കാരണം അത്രയും പ്രയാസങ്ങളിലൂടെ കടന്നുപോയിട്ടാണ് ആ കുടുംബം ഇങ്ങനെ ഒരു അവസ്ഥയിൽ വന്ന് നിൽക്കുന്നത്. കണ്ടിട്ട് ബോധ്യപ്പെട്ടിട്ട് വലിയ പ്രയാസം തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഉറപ്പായിട്ട് ഇത് കാണുന്നവർ കഴിയാവുന്ന സഹായം ചെയ്തു തരണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്.